നമ്മൾ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ നല്ല വൃത്തിയായി പ്രൂവ് ചെയ്തു. ഓക്കെ, നിർബന്ധമായി അത് പഠിക്കണം. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡിലോ ആണോ അല്ലേ എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എൻ എന്നൊരു നമ്പർ NRP ആണോ അതോ NR⁻P ആണോ എന്നുള്ള ചോദ്യം. അതിന് ഉത്തരം കണ്ടെത്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ യൂസ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡിറ്റർമൈൻ വെദർ 219 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ഓർ നോൺ റെസിഡ്യൂ മോഡ് 383. അതായത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ X² കോൺഗ്രുവൻ ടു N mod P ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആയിരിക്കും, സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ഉത്തരം കിട്ടില്ല. ഒരിക്കലും ഒന്നും പറയുന്നില്ല, എന്നാലും 219 mod 383 ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ എന്തായാലും നമുക്ക് ഉത്തരം കിട്ടില്ല. നമുക്ക് പിന്നുള്ളൊരു വഴി NRP ആണോ NR⁻P ആണോന്ന്. അപ്പോൾ N/Pൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ NRP ആവും, -1 ആണെങ്കിൽ NR⁻P ആയിരിക്കും. അപ്പോൾ N/Pൻ്റെ വാല്യൂ കണ്ടാൽ പോരെ. ഇവിടെ നമ്മുടെ N/P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് 219 ആണ്, അത് തെറ്റാതെ ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, Pൻ്റെ സ്ഥാനത്ത് 383 ആണ്. അപ്പോൾ നമുക്ക് 219/383ൻ്റെ വാല്യൂ കിട്ടിയാൽ അത് 1 ആണോ 0 എന്തായാലും ആവില്ല, മൾട്ടിപ്പിൾ ആണെങ്കിൽ 0 ആവുള്ളൂ. അപ്പോൾ എന്തായാലും 1 ആണോ -1 ആണോ എന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. അതിന് നമ്മൾ റെസിപ്രോസിറ്റിയിലോ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഇനി സൊല്യൂഷനിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ 1-2 എക്സാമ്പിൾ ഞാൻ കാണിക്കാം, പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെയുള്ള ഇക്വേഷൻസ് ഐഡിയാസൊക്കെ ഏതൊക്കെ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഓക്കെ ഏതൊക്കെ നോക്കി വെക്കാം. നമ്മൾ ഫസ്റ്റ് ഓയിലേഴ്സ് ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. N/P കാണാൻ കോൺഗ്രുവൻറ്റ് ടു N⁻P-1/2 mod P. ഓക്കെ, ഇത് സഫീഷ്യൻ്റ് അല്ല എന്ന് നമുക്ക് തോന്നിയത് N-ഉം P ഒക്കെ വലിയ ഇപ്പോൾ N-ഉം P ഇവിടെ എന്താ, N ഇവിടെ 219 ആണ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 383. അതിവിടെയൊക്കെ നിങ്ങൾ കൊടുത്ത വലിയ നമ്പേഴ്സ് കിട്ടും. കാൽക്കുലേറ്റർ പോലും ചിലപ്പോൾ ടൈപ്പ് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ അതാണ് ഓയിലേഴ്സ് ക്രൈറ്റീരിയൻ തികയില്ല എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആദ്യം പഠിച്ചത്, പക്ഷേ ഇത് അത്ര യൂസ്ഫുൾ അല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് N/P ഈസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്. അതായത് Mn/Pനെ നമുക്ക് നമ്പേഴ്സ് ചെറുതാവുന്നതോട് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാവും. അപ്പോൾ Mn/Pനെ നമുക്ക് M/P × N/P എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ തന്നിരിക്കുന്നത് 219 ആണ്, അതിനെ എങ്ങനെയെങ്കിലും ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്. GCD ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, -1/P എന്ന് വന്നു കഴിഞ്ഞാൽ -1/P-1/2 കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. -1/P = -1/P-1/2. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. P congruent 1 mod 4 ഇത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഓക്കെ, ആവശ്യം വരുന്ന ക്വസ്റ്റ്യൻസിൽ ഞാൻ പറയാം. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. -1/3 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, Pയുടെ വാല്യൂ 3 കൊടുത്ത് നോക്കുക, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം 2/P കാണാനും അതുപോലെ നമ്മളിത് 2 ഇക്വേഷനായിട്ട് നമ്മൾ പ്രൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2/P -1/P²-, അവിടെ അതെ Pയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ ആയിരുന്നു പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള P/Q × Q/P. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം Pയും Qയും ഡിസ്റ്റിങ്ക്റ്റ് ഓഡ് പ്രൈംസ് ആകുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. P/Q × Q/P = -1/P-1 × Q-1/4. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, N/P ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് P. അങ്ങനെ ആലോചിക്കേണ്ട, നിങ്ങൾ 2 കോൺഗ്രുവൻറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലെജൻഡറീസ് സിമ്പിൾ അല്ലെങ്കിൽ ലെജൻഡറീസ് വാല്യൂ ഉണ്ടല്ലോ, അത് സെയിം ആയിരിക്കും. ഇപ്പോൾ N congruent to M mod P ആണെങ്കിൽ N/Pൻ്റെ വാല്യൂ M/Pൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമുക്ക് പ്രോബ്ലംസിലേക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് തന്നെ N/Pയുടെ വാല്യൂ 1 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡിലോ P, -1 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ മോഡിലോ P. ഓക്കെ, ശരി. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, മറന്നോന്ന് എനിക്കറിയില്ല. N-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതായത് 1/P എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി സൊല്യൂഷനിലേക്ക് പോവാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. P/Q × Q/P = -1/P-1/2 Q ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് by4 ആക്കിയിട്ട് എഴുതാം കേട്ടോ. ഇതിന് വേറൊരു വേർഷൻ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ അതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ ഈ Q/Pൻ്റെ വാല്യൂ 1 ആവാം -1 ആവാം അല്ലേ. അപ്പം ഞാൻ P/Qൻ്റെ ഈ 2 സൈഡിലും Q/P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് എഴുതാം. ഓക്കെ, അതായത് Q/P × Q/P. ഇവിടെ ഈ ബൈ ഇടാൻ പറ്റില്ല അല്ലേ.
ഈക്വൽ ടു -1 p-1/2 ഇൻറ്റു q-1/2 ഇൻറ്റു q/p. കുത്തനെയാണ് ലൈൻ ഇടേണ്ടത്, എൻ്റെ ചേരുന്നിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ചത് ഈ q/p ഇൻറ്റു q/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ -1 ഇൻറ്റു -1 അല്ലെങ്കിൽ 1 ഇൻറ്റു 1, രണ്ടായാലും 1 അല്ലേ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 1 ആയി പോവും. നമുക്ക് ഇൻ ഷോർട്ട് എന്ത് പറയാം? p/q ഈക്വൽ ടു -1 p-1/2 ഇൻറ്റു q-1/2 ഇൻറ്റു q/p. ഈ ഫോമാണ് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോൻ്റെ ഈ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതും കൂടെ അറിഞ്ഞു വെച്ചോളൂ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെ ശരിയാവും തോന്നുന്നു? q/pനെ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് p/q എങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. q/pനെ ഇവിടെ എഴുതുന്നതിന് വരെ ഇപ്പുറത്തും എഴുതാം, അങ്ങനെ ആലോചിച്ചാൽ മതി. p/q ഈക്വൽ ടു -1 p-1/2 ഇൻറ്റു q-1/2 ഇൻറ്റു q/p. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആയുധം കൂടെ മറ്റേതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം. ഇനി ആൻസറിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ 219 റെസിഡ്യൂ മോഡിൽ 383 ആണോ അതോ നോൺ റെസിഡ്യൂ മോഡിൽ 383 ആണോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് 219നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഓർഡർ പ്രൈംസ് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഇത് പ്രൈം ആണെങ്കിൽ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫാക്ടറൈസേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തന്ന എന്നിനെ ഫാക്ടറൈസ് ചെയ്യുക. 3 ഇൻറ്റു 73 ആണ്. അപ്പോൾ ഇത് രണ്ടും പ്രൈംസ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 73/383 എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആയതുകൊണ്ട് 3/383 ഇൻറ്റു 73/383 എന്ന് എഴുതാം. ഞാൻ 1 എന്ന ഇക്വേഷൻ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ 3/383 ചെയ്യാൻ പോവുകയാണ്. 3/383 ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോൻ്റെ ഈ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3/383 ഈസ് ഈക്വൽ ടു രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർഡർ പ്രൈംസ് ആണ്. -1 3-1/2 p-1/2 q-1/2 അല്ലേ ഇൻറ്റു q/p തലതിരിച്ച് എഴുതിയത് 383/3. ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ അറിയോ? മുകളിലത്തെ നമ്പർ വലുതും താഴത്തെ നമ്പർ ചെറുതുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാം. n/p ഈക്വൽ ടു m/p ഇഫ് n ആൻഡ് m ആർ കോൺഗ്രുവൻറ്റ് മോഡുലോ p. ഇപ്പോൾ 383ക്ക് മോഡുലോ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു നമ്പറാണ് കിട്ടുക അല്ലേ? 383 കോൺഗ്രുവൻറ്റ് 2 mod 3 ആണ്. അപ്പോൾ എനിക്ക് 383ക്ക് പകരം 2 എഴുതി കഴിഞ്ഞാൽ സെയിം ആൻസർ ആവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ മോഡുലോ ആണെന്നുണ്ടെങ്കിലേ രണ്ട് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ 383 കോൺഗ്രുവൻറ്റ് 2 മോഡുലോ 3 ആയതുകൊണ്ട് എനിക്ക് 383 മാറ്റിയിട്ട് 2/3 എന്ന് എഴുതാം. ഇവിടെ പിന്നെ ഒന്നുമില്ല, -1 നമ്പേഴ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 3 -1/2 പറഞ്ഞാൽ 1, 383 -1/2 പറഞ്ഞു കഴിഞ്ഞാൽ 191. അപ്പോൾ -1/191 വരും ഇൻറ്റു 2/3. ലെജൻഡറീസ് വാല്യൂസ് 2/3. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2/3 ആക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞു, മോഡുലോ വെച്ചിട്ട് നമുക്ക് തലതിരിച്ച് എഴുതുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ -1/191 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 തന്നെ -2/3. പിന്നെ നമുക്ക് -2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 2n/pയിൽ 2/p കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? -1 p² - 1/8. ഇവിടെ 2/3 അല്ലേ? പിയുടെ വാല്യൂ 3 ആയതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. -1 p² - 1/8 അത് 8/8 1 വരും. -1 ഇൻറ്റു -1 വരും 1. അപ്പോൾ 3/383ൻ്റെ വാല്യൂ 1 കിട്ടി. ഇതിലേക്കുള്ള ഒരെണ്ണമായി. അടുത്ത 73/383. 73/383 കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർഡർ പ്രൈംസ് ആണ്. നമുക്ക് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യാം. -1 p-1/2 ഇൻറ്റു q-1/2. ഞാൻ പറഞ്ഞു p/q ഇത് q/p. വലിയ നമ്പർ മോഡിൽ വന്നു കഴിഞ്ഞാൽ മോഡിൽ അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ വലിയ നമ്പർ മോഡിൽ വന്നു കഴിഞ്ഞാൽ മോഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുതായിക്കോളും. ഓക്കെ, അപ്പോൾ 383 കോൺഗ്രുവൻറ്റ് നിങ്ങൾക്ക് കോൺഗ്രുവൻസ് കാണാൻ അറിയാം. എന്ത് ചെയ്യുക? 73 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്രയും ചെക്ക് ചെയ്യുക. അപ്പോൾ 18 mod 73. അപ്പോൾ നമുക്ക് 383 മാറ്റി എഴുതിയിട്ട് 18 എഴുതാമല്ലോ. പണി കുറച്ചുകൊണ്ട് എളുപ്പമാവും. അപ്പോൾ -1 പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ വെറുതെ പവർ എത്രയും ചെക്ക് ചെയ്യുക. 36 × 191. അപ്പോൾ ഈവൻ ആയതുകൊണ്ട് -1ൻ്റെ പവർ ഈവൻ ആയത് 1 ആവും. ഓക്കെ, 18/73 ഇത്ര ചെയ്താൽ മതിയല്ലോ. പക്ഷേ 18/73 ഓഡ് പ്രൈം ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 18/73 കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്പ്ലിറ്റ് ചെയ്തു. 9/73 ഇൻറ്റു 2/73. അപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഓഡ് പ്രൈം അല്ല. 9ഉം 73 ഓഡ് പ്രൈമാണ്, 9 അല്ല. അവിടെ നമുക്ക് ഒന്നും കൂടെ മൾട്ടിപ്ലിക്കേറ്റീവ് ആണല്ലോ. അപ്പോൾ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 × 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/73 ഇൻറ്റു 3/73 ഇൻറ്റു ഒരു 2/73 കൂടെ. ഇതിലേക്ക് ഈ 3/73ൻ്റെയും 2/73ൻ്റെയും വാല്യൂയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ
ഞാൻ എന്ത് ചെയ്യണു, അതിന് സെപ്പറേറ്റ് കാണണം. പെട്ടെന്ന് സിമ്പിളായി ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞ് വലുതാവണമെന്നുള്ളൂ. 3/73 കാണാൻ വേണ്ടിയിട്ട് 2 ഡിസ്റ്റിങ്ക്റ്റ് ഓഡ് പ്രൈമാണ്. ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ അപ്ലൈ ചെയ്യുന്നു. -1 P-1/2 Q-1/2 തലതിരിച്ചെഴുതാം. 3/73ക്ക് പകരം 73/3. ഓക്കെ, തലതിരിച്ചെഴുതണം. അപ്പോൾ 73 കോൺഗ്രുവൻറ്റ് ടു മോഡുലോ 3 നോക്കുക. അപ്പോൾ 1 മോഡുലോ 3 ആണ്. 73നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ ആണ്. അപ്പോൾ 73 മാറ്റിയിട്ട് ഞാൻ 1 എഴുതി, 1/P. -1 × 36 ഒക്കെ വരും. അത് ഈവൻ ആയതുകൊണ്ട് അത് 1 ആയി പോകും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. 1/P ഈസ് ഓൾവേസ് 1. സോ 1/3 1 കൊടുക്കാം. 1 × 1 1. ഓക്കെ, ഇനി 2/73. 2/P ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. -1 P² - 1/8. ഞാൻ ഇക്വേഷൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് മസ്റ്റായി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ -1 P എന്ന് പറഞ്ഞാൽ 73² - 1/8. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക. ബൈ 8 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 666 കിട്ടും. -1 666 പറഞ്ഞാൽ 1. അപ്പോൾ 3/73 കിട്ടി, 2/73 കിട്ടി. ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 × 1 × 1 എന്ത് വരും? 1 വരും. ഓക്കെ, സോ 73/383 1 × 1 × 1 1. അപ്പോൾ നമുക്ക് 73/383 1 കിട്ടി. അതേപോലെ 3/383 1 കിട്ടി. അത് രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും? 2119/383ൻ്റെ വാല്യൂ 1 × 1 1 ഫ്രം 1. അപ്പോൾ നമുക്ക് 1 കിട്ടിയതുകൊണ്ട് പറയാം 219 ഈസ് എ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ 383. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിളാണ്, അത്രയും സിമ്പിളാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ആയുധങ്ങൾ ആദ്യം വൃത്തിയായി കയ്യിൽ വയ്ക്കുക. കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. -1/P 2/P ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെ ഫോർമുല. -1/P നമ്മളിവിടെ യൂസ് ചെയ്തില്ല, പക്ഷേ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അതിൻ്റെ പുതിയ വേർഷൻ, ഓക്കെ, ഈ Q/P ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ള വേർഷൻ, പിന്നെ മോഡിലോ വന്നു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. പിന്നെ 1/P ഈസ് ഓൾവേസ് 1. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ഓഡ് പ്രൈം ആയിരിക്കണം. അല്ലാതെ 18/73 കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് 666 റെസിഡ്യൂ മോഡലോ 1099 ഓർ നോൺ റെസിഡ്യൂ, ഇത് ചെക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുകയേ ചെയ്യുള്ളൂ. സിമ്പിളാണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫാക്ടറൈസ് ചെയ്യുക. 666 അതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 2 2 2 ചെയ്തു. കഴിഞ്ഞില്ല. നമുക്ക് മുഴുവൻ ഫാക്ടറൈസേഷൻ ആദ്യം ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ സൈഡിൽ ചെയ്തോ. 222 ഇത് പ്രൈമായി. 222 പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 1 1. ഇത് പിന്നെയും പ്രൈം ആയിട്ടില്ല. അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 × 37 എഴുതാം. ഞാൻ എന്തായാലും ഫാക്ടറൈസ് ചെയ്തിട്ട് ഇങ്ങനെ 4 പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെയ്യാലോ. റിപ്പീറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്താൽ. ഇനി നമുക്കിതിൽ ഓരോന്നും 3/199 2/199 അഗെയിൻ 3/199. അപ്പോൾ ഒരു തവണ ഉണ്ടാൽ മതി. 37/199 ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ആദ്യം 3/199 ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അപ്ലൈ ചെയ്യാൻ എനിക്ക്, കാരണം പ്രൈമാണ്, രണ്ടും ഓഡ് പ്രൈമാണ്. അപ്പോൾ -1 3 - 1/2 199 - 1/2. ഓക്കെ, പിന്നെ തലതിരിച്ചെഴുതി കഴിഞ്ഞാൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ്? 1 mod 3, അതായത് മോഡിലോ അപ്ലൈ ചെയ്യാം. 199 മോഡിലോ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ 199 ഒരു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/P ഈസ് ഓൾവേസ് 1. സോ അത് 1 വരും. ഇതിൻ്റെ വാല്യൂ 1 ആവും. പക്ഷേ ഇതിൻ്റെത് -1 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 999 വരിക. ഓഡ് ആയതുകൊണ്ട് -1 × 1 -1 ആയിരിക്കും. 3/199ൻ്റെ വാല്യൂ -1 ആണ് കിട്ടിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായില്ല. 2/199 37/199 കൂടെ കാണാം. 2/199 ഡയറക്റ്റായിട്ട് കാണാം, കാരണം നമ്മൾ അതിന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 2/P = -1 P² - 1/8. അതിൽ പിയുടെ വാല്യൂ 199 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് 4,99,000 അത് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ കയ്യിൽ. എന്തായാലും ഒരു ഈവൻ നമ്പർ കിട്ടും. വാല്യൂ 1 ആയി പോകും. -1 37/199 ചെയ്യാൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അപ്ലൈ ചെയ്യാം, കാരണം ഓഡ് പ്രൈംസ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 P - 1/2 Q - 1/2 199 / 37 നിങ്ങൾക്ക് തലതിരിച്ച് എഴുതാം. ഡിവൈഡ് ബൈ അല്ല, സോറി, ലെജൻഡറി സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന് 1/37 ആക്കി മാറ്റി എഴുതാം. -1 ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഈവൻ നമ്പറായി കിട്ടും. അപ്പോൾ 1/37 1/P ഈസ് ഓൾവേസ് 1. അപ്പോൾ അത് 1 ആയി കിട്ടും. ഓക്കെ, അപ്പോൾ 37/199 1 കിട്ടി. 2/199 1 കിട്ടി. 3/199 -1 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 × 1 × -1 × 1 ഫൈനൽ ആൻസർ 1. ഫൈനൽ ആൻസർ 1 കിട്ടിയതുകൊണ്ട് ക്വാഡ്രാറ്റിക് റെസിഡ്യൂ മോഡുലോ P. ഇതാണ് ആൻസർ. ഓക്കെ, സിമ്പിളാണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കുള്ള വർക്കുകളാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലുടൻ
ഈ 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വൃത്തിയായി കത്തും. ഓക്കെ, അതിൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. -219/353 മൈനസ്, അപ്പോൾ ഹിൻ്റായിട്ട് പറയാം, -n/p വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിനെ -n സ്പ്ലിറ്റ് ചെയ്തൂടെ, -1 × n സ്പ്ലിറ്റ് ചെയ്തൂടെ, കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണല്ലോ. അപ്പോൾ -1/p × n/p വെച്ചിട്ട്, പിന്നെ ഈ -1/pൻ്റെ വാല്യൂ കാണാൻ നിങ്ങൾക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. -1/pൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? -1 p² - 1/2. ഇവിടെ അത് അപ്ലൈ ചെയ്താൽ മതി. n/p പിന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച പോലെ പോസിറ്റീവ് വാല്യൂസിന് കാണാൻ നിങ്ങൾ പഠിച്ചല്ലോ, അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ നോക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ചോ. സിമ്പിളാണ് ഈ പ്രോബ്ലംസ്. ഓക്കെ.